എല്ലാവർക്കും സ്പിരിച്വാലിറ്റി 777 എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ആഫ്റ്റർ ലോങ് ടൈമാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എനിക്ക് കുറച്ച് എക്സാംസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഞാൻ അതിലാണ് കോൺസെൻട്രേറ്റ് ചെയ്ത് അതുകൊണ്ടാണ് സംഭവിച്ചത്. അപ്പോൾ ഞാൻ തിരിച്ചു വന്നപ്പോൾ ഒരു അടിപൊളി ടെക്നിക്കായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ആൻഡ് വൺ ഓഫ് ദ മോസ്റ്റ് എന്താ പറയുക എൻ്റെ ഫേവറേറ്റ് ടെക്നിക്കാണ് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ടെക്നിക്ക്. ഇതാണ് മാജിക് ബോക്സ് മാനിഫെസ്റ്റേഷൻ. നിങ്ങൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടാവും. അതിനായിട്ട് ഇതുപോലത്തെ ഒരു ബോക്സ്, ഒരു ഡിവൈനായിട്ടുള്ള കാണുമ്പോൾ തന്നെ എന്താ പറയുക, ഒരു സ്പിരിച്വാലിറ്റി, നമുക്ക് അങ്ങനത്തെ ഒരു ബോക്സ്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ജ്വല്ലറി ബോക്സാണ്. നോർമൽ പണ്ടത്തെ ജ്വല്ലറി ബോക്സാണ്. അത് വുഡൻ ബോക്സ് നമ്മൾ സെർച്ച് ചെയ്ത് കൊടുത്താൽ ഫ്ലിപ്കാർട്ടിലും ആമസോൺ ഇതിലൊക്കെ നമുക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾ അങ്ങനത്തെ ഒരു ബോക്സ് എടുക്കണമെങ്കിൽ എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജ്വല്ലറി ബോക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോക്സ് എടുത്തിട്ട് നിങ്ങളുടേതായ രീതിയിൽ ഡിസൈനൊക്കെ ചെയ്ത് ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് അതിനൊരു ഡിവൈൻ സംഭവമാക്കി എടുക്കണം. നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ അതൊരു യൂണിവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്, നമ്മുടെ ട്രഷർ ബോക്സ് ആണെന്ന് നമുക്ക് സ്വയം തോന്നണം. അതായത് അത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്ക് തരാൻ വേണ്ടി അത്രയും എന്താ പറയുക അൺലിമിറ്റഡ് എമൗണ്ട് ഓഫ് വെൽത്ത് അതിൻ്റെ ഉള്ളിലുണ്ട് എന്ന് നമുക്ക് സ്വയം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നമുക്ക് തോന്നണം. അങ്ങനത്തെ ഒരു ബോക്സ് ആയിരിക്കണം അത്. അപ്പോൾ അതിനായിട്ട് ഇങ്ങനത്തെ ഒരു ബോക്സ് എടുക്കുക. ഇതിൽ നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും, യൂഷ്വലി മാനിഫെസ്റ്റേഷൻ ബോക്സ് നമ്മൾ പറയുന്നത് മാജിക് ബോക്സ് മാനിഫെസ്റ്റേഷൻ എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട് ഓഫ് ദി ഹാൻഡ്, അതായത് നമ്മുടെ കൺട്രോൾ അല്ലാത്ത കാര്യങ്ങൾ. അതായത് ഇപ്പോൾ നോർമലി ഒരാൾക്ക് 1 കോടി 2 കോടി സാലറി ഉള്ളൊരു ജോലി വരെ നമുക്ക് ആഗ്രഹിക്കാം. ഓക്കെ, കുഴപ്പമില്ല. പക്ഷേ ഒരാൾക്ക് ഏണിങ് വേണം, ഒരു 10 crore ഏണിങ് വേണം മന്ത്ലി. അതൊക്കെ നമ്മുടെ ഔട്ട് ഓഫ് ദി ഹാൻഡാണ് അല്ലേ? അല്ലെങ്കിൽ പിന്നെ അത്രയും വലിയ ബിസിനസ് ലഗൂൺസ് ആയിരിക്കണം. അപ്പം നോർമൽ ഒരു ഹ്യൂമൻ ബീയിങ്ങിന് അത് ഔട്ട് ഓഫ് ദി ഹാൻഡാണ്. സോ അങ്ങനത്തെയൊക്കെ വലിയ വലിയ ആഗ്രഹങ്ങൾ എഴുതാനാണ് ഈ മാജിക് ബോക്സ് നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്നത്. പക്ഷേ ഞാൻ എല്ലാ കാര്യങ്ങൾക്കും യൂസ് ചെയ്യും. ഞാൻ എൻ്റെ എല്ലാ ചെറിയ ആഗ്രഹങ്ങളും എനിക്ക് വലിയ ആഗ്രഹങ്ങളായതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ എല്ലാ ചെറിയ ചെറിയ ആഗ്രഹങ്ങളും ഇതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട്. അത് എത്ര ചെറുതാണെങ്കിലും എത്ര വലുതാണെങ്കിലും എനിക്ക് ഇതിനകത്ത് എഴുതി വെച്ച് കഴിഞ്ഞപ്പോൾ തൊട്ട് എനിക്കത് എഴുതി വെച്ച് ഫസ്റ്റ് ടൈം അത് ക്ലോസ് ചെയ്തപ്പോൾ, ആ ബോക്സ് ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു. കാരണം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടക്കാൻ പോവുകയാണ് എന്നുള്ളൊരു ഭയങ്കര ഒരു ഓവർ കോൺഫിഡൻസ് തന്നെ നമുക്ക് പറയാം. എനിക്കതിനെ തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിധിയാണ് അതിൻ്റെ ഉള്ളിൽ. ഞാൻ അങ്ങനെയാണ് അതിനെ സങ്കല്പിക്കുന്നത്. നിധി കാക്കും ബോക്സ്. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. കാരണം അതിൻ്റെ ഉള്ളിൽ എൻ്റെ എല്ലാ നിധികളും അതിനകത്തുണ്ട്. വെൽത്താകാം, ജ്വല്ലറി ആവാം, വീടാകാം, എല്ലാ തരത്തിലുള്ള എൻ്റെ ആഗ്രഹങ്ങളും അതിനകത്തുണ്ട്. അപ്പം ഇത് തുറന്ന് ഓരോ തവണ എടുത്ത് വായിക്കുമ്പോൾ ഐ ഫീൽ അത് എൻ്റെ അടുത്തോട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നും. അപ്പോൾ യൂഷ്വലി നിങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ എഴുതണം? നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഓരോരോ വേർഡ് വെച്ച് എഴുതാം. അതായത് വെൽത്ത്, ജോലിയാണെങ്കിൽ സ്പെസിഫിക് ജോലി, ആ ജോലിയുടെ ടൈറ്റില്, കറക്റ്റ് ടൈറ്റില്. ഓക്കെ, സെൻട്രൽ ഗവൺമെൻറ് ജോബെന്ന് മാത്രം എഴുതരുത്. സെൻട്രൽ ഗവൺമെൻറ്റിൽ ഏത് പോസ്റ്റാണ് എന്നൊക്കെയുള്ള അങ്ങനത്തെ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി നമ്മുടെ സെൻറ്റൻസ് കൺസ്ട്രക്ഷൻ ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾക്ക്. ഒന്നില്ലെങ്കിൽ ആ രീതിയിൽ എഴുതിയിടാം. ഞാൻ അങ്ങനെയാണ് എഴുതിയിട്ടിരിക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ഒരു പച്ച പേന കൊണ്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. പച്ച പേന കൊണ്ട് എഴുതുമ്പോൾ മാനിഫെസ്റ്റേഷൻ വിൽ മേക്ക് 11 times ഫാസ്റ്റർ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി ചുരുട്ടി ഭയങ്കര ട്രസ്റ്റോട് കൂടി അതിനകത്തോട്ട് ഇടുക. ഞാനത് കംപ്ലീറ്റ്ലി ബിലീവ് ചെയ്യുന്നൊരു കാര്യമാണത്. എന്നിട്ട് ആ ബോക്സ് അടച്ചു വയ്ക്കുക, ഇടയ്ക്കൊക്കെ വായിക്കുക. അതൊരു സീക്രട്ട് ബോക്സാക്കി നമ്മളെപ്പോഴും കാണണം. നമ്മുടെ ജീവിതമാണ് അതിൻ്റെ ഉള്ളിൽ. അത് നടക്കാൻ പോവുകയാണ് എന്ന് സ്വയം ഒരു മൈൻഡിൽ തോന്നണം. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതൊന്ന് ചന്ദനത്തിരിയൊക്കെ എടുത്ത് അതിനിടയ്ക്കൊക്കെ ഒന്ന് എനർജൈസ് ചെയ്യും. അതുപോലെ തന്നെ ഇടയ്ക്ക് സ്പ്രേ ഒക്കെ അടിച്ചു കൊടുക്കുക. നല്ല നല്ല സ്മെല്ലുകൾ ഉള്ള ഈ അത്തറുകളും അങ്ങനത്തെ ഒക്കെ അടിച്ചു കൊടുക്കുക. ഞാൻ അതിനകത്ത് കുറച്ച് പെബിൾസൊക്കെ ഇട്ടിട്ടുണ്ട്. കുറച്ചും കൂടി ഒന്ന് ഭംഗിയാവട്ടെ. കാരണം അത് ഡിവൈനായിട്ടുള്ള സംഭവമാണ്. യൂണിവേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നൊരു സംഭവമാണ്. സോ അതുകൊണ്ട് തന്നെ അങ്ങനെ കുറേ നമ്മുടേതായ ഐഡിയാസ് നമുക്ക് അതിനകത്ത് കൊണ്ടുവരാം. ബിലീവ് ഇൻ യൂണിവേഴ്സ്, അല്ലെങ്കിൽ യുവർ ഡ്രീംസ് ആർ കമ്മിങ് ട്രൂ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അങ്ങനത്തെയൊക്കെ ടൈറ്റിലൊക്കെയാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയാസ് വെച്ചിട്ട് ഇതിനെ ഏത് രീതിയിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം. ഇപ്പം ഞാൻ എടുത്ത പോലത്തെ ജ്വല്ലറി ബോക്സ് തന്നെ വേണമെന്നൊന്നുമില്ല. നോർമലി നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ കിട്ടുന്ന ബോക്സ് ആണെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടേതായ പല ബോക്സുകളും ഉണ്ടാവുമല്ലോ. പക്ഷേ നോർമൽ ഒരു ബോക്സ് ആവരുത്. അങ്ങനെ നോർമൽ ഒരു ബോക്സ് ആണെങ്കിൽ അതിനെ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്ത് ഒരു ഡിവൈൻ ആണ് എന്ന് നിങ്ങൾ സ്വയം സങ്കല്പിക്കുക. കാരണം നമ്മളെപ്പോഴും പറയുന്നത് യൂണിവേഴ്സ് എന്നുള്ളത് ജെനിയാണ് അല്ലേ? അലാവുദ്ദീൻ അത്ഭുത വിളക്കിലെ ആ ഭൂതമായിട്ട് കാണുക. അത് കാരണം നമ്മൾ ചോദിക്കുന്നതെല്ലാം തരാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്.
കറക്റ്റായിട്ട് നമ്മളതിന് വർക്ക് ചെയ്ത് മൈൻഡ് പ്രോഗ്രസ് ചെയ്ത് പ്രോഗ്രാമിങ് ചെയ്താൽ മാത്രം മതി. അപ്പം ഏറ്റവും ഈസിയസ്റ്റ് വേ ആണ് മാനിഫെസ്റ്റേഷൻ നടക്കാൻ ഫാസ്റ്ററായിട്ടുള്ള. കാരണം നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ബിലീവ് വന്നാൽ മാത്രമാണ് അത് നടക്കത്തുള്ളൂ. പുറത്തൊരു ആഗ്രഹം ഉണ്ടായി ഉള്ളിൽ നെഗറ്റിവിറ്റി ചിന്തിച്ചുകൊണ്ടിരുന്ന സബ് കോൺഷ്യസ് മൈൻഡിൽ വേറെ അതാണെങ്കിൽ ഇതാവില്ല. പക്ഷേ ഈ മാജിക് ബോക്സ് ഒക്കെ ആകുമ്പോൾ നമ്മളതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് തുറന്ന് നോക്കിക്കൊണ്ടേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. ഇറ്റ്സ് ഗോയിങ് ടു വർക്ക്, അല്ലെങ്കിൽ അത് നടന്ന് കഴിഞ്ഞു. എനിക്ക് ആ ബോക്സിൽ എൻ്റെ ആഗ്രഹങ്ങൾ എഴുതിയിട്ടപ്പോൾ എനിക്ക് തോന്നിയ കാര്യമാണ്, എൻ്റെ ആഗ്രഹങ്ങളെല്ലാം നടന്നു കഴിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തു. ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. സോ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. താങ്ക് യു.